സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വീണ്ടും ടെലിഫോണിക് ഇംഗ്ലീഷ് തന്നെയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിക്ക് ലീവ് നമുക്ക് ഫോൺ വിളിച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളത്. നമുക്ക് പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവധി എടുക്കണം, പക്ഷെ നമ്മൾ ഫോൺ വിളിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഫോൺ വിളിച്ച് പറയാം, എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് എൻ്റെ സുഹൃത്ത് ജെയ്സൺ ആണ് ഫോൺ വിളിക്കുന്നത്. ജെയ്സൺ ആദ്യമായിട്ട് വിളിച്ചിട്ട് പറയണം, ഗുഡ് മോർണിംഗ് സാർ, ഐ എം ജെയ്സൺ തമ്പി വർഗീസ് ഫ്രം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ജെയ്സൺ തമ്പിയാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമ്മളുടെ ഫുൾ നെയിം, പേര് നമ്മൾ പറയുക, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറയുക, നമ്മൾ റീച്ച് ചെയ്യുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ HR ആയിരിക്കും വിളിക്കുന്നത്, അതല്ല നിങ്ങളുടെ നേരെ മുകളിലുള്ള സീനിയറിനെയാണ് വിളിക്കുന്നതെങ്കിൽ അത്ര എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലേ? ഐ എം ജെയ്സൺ തമ്പി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ HR പറയുകയാണ്, ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഓക്കെ, ഇനി ജെയ്സൺ പറയുകയാണ്, സർ ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം ഫീവർ ആൻഡ് ഹെഡ് ഏക്ക് സിൻസ് യെസ്റ്റർഡേ ഈവനിങ്. ഓക്കെ, അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ എനിക്ക് ഭയങ്കര പനിയും തലവേദനയുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോഴേ നമുക്ക് എന്ത് പറയാവുന്നതാണ്? ഐ എം സഫറിങ് ഫ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്, പക്ഷേ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി പറയുകയാണ്, ഐ എം പ്ലാനിങ് ടു വിസിറ്റ് എ ഡോക്ടർ ടുഡേ. ഓക്കെ, ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. സോ ഐ എം റിക്വസ്റ്റിംഗ് യു എ സിക്ക് ലീവ് അപ്രൂവൽ ഫോർ ടുഡേ. ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ നിങ്ങളോട് ഒരു സിക്ക് ലീവ് അപ്രൂവൽ ചോദിക്കുകയാണ്, എൻ്റെ ലീവ് ഒന്ന് അപ്രൂവ് ചെയ്ത് തരാമോ? അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, കുറച്ചും കൂടെ ഫ്രീഡമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്, ഐ എം തിങ്കിങ് ഓഫ് ടേക്കിംഗ് എ സിക്ക് ലീവ് ടുഡേ. ഓക്കെ, ഞാൻ ഇന്നൊരു സിക്ക് ലീവ് എടുക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സിക്ക് ലീവ് എടുക്കുകയാണെന്ന് തന്നെ എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി മറ്റു രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബഹുമാനത്തോടെ ഇങ്ങനെ ചോദിക്കാം. സോ കുഡ് ഐ പ്ലീസ് ടേക്ക് എ ലീവ് ടുഡേ, അല്ലെങ്കിൽ കുഡ് ഐ പ്ലീസ് ടേക്ക് എ സിക്ക് ലീവ് ടുഡേ എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു സിക്ക് ലീവ് എടുത്തോട്ടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും HR പറയണം, ഷുവർ ജെയ്സൺ, പ്ലീസ് വിസിറ്റ് എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ടേക്ക് റെസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുക, അതുപോലെ റെസ്റ്റ് എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ജെയ്സൺ പറയണം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി വേണമെങ്കിൽ പറയാവുന്നതാണ്, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, ഞാൻ വരാതെ ഇരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ അത്യാവശ്യമൊന്നുമില്ല. അപ്പോൾ HR പറയണം, ബൈ, ടേക്ക് കെയർ ആൻഡ് ഗെറ്റ് വെൽ സൂൺ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗെറ്റ് വെൽ സൂൺ. എപ്പോഴാർക്കെങ്കിലും ഒരു രോഗമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്, ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് റെസ്റ്റൊക്കെ എടുക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ രോഗം ഭേദമാകുക എന്നാണ് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ ജെയ്സൺ പറയണം, ഷുവർ ഐ വിൽ. ഓക്കെ, ഗെറ്റ് വെൽ സൂൺ എന്ന് പറയുമ്പോൾ ഐ വിൽ. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യും. ഓക്കെ, ഐ വിൽ ആൻഡ് താങ്ക് യു എന്ന് പറയണം. അപ്പോൾ നന്ദി പറയണം. ഇനിയിപ്പോൾ നമുക്ക് ഇതല്ലാതെ നമ്മുടെ സുഹൃത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഫോൺ വിളിക്കുന്നത്. കാരണം ആവശ്യം നല്ല കിടക്കുകയാണ്, നമുക്ക് എങ്ങനെ പറയാം? ഉദാഹരണം ഇവിടെ പറയണം, ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് ബെനിൻ. ഓക്കെ, ഞാൻ ബെനിനാണ്. ഐ എം കോളിംഗ് ഫോർ മൈ വൈഫ് ധന്യ. അപ്പോൾ നമുക്ക് കോളിംഗ് ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഷീ ഈസ് സഫറിങ് ഫ്രം ഫീവർ. അവൾ പനിയായിട്ടിരിക്കുകയാണ്. ഐ എം ടേക്കിംഗ് ഹെർ ടു ദ ഹോസ്പിറ്റൽ. ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ഷീ ഈസ് നോട്ട് ഏബിൾ ടു കം ടുഡേ. ഇത്രയും പറഞ്ഞാൽ മതി. അതായത് അവൾക്ക് ഇന്ന് വരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി സുഹൃത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിലോ, ഐ എം അരുൺ. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയണം, ഗുഡ് മോർണിംഗ്, ഐ എം അരുൺ, അല്ലെങ്കിൽ മൈ നെയിം ഇസ് അരുൺ, ഐ എം കോളിംഗ് ഓൺ ബിഹാഫ് ഓഫ് മൈ ഫ്രണ്ട് ബെനിൻ. അപ്പോൾ ബെനിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ഹീ ഈസ് സഫറിങ് ഫ്രം ഫീവർ. അവൻ പനിയായിട്ടിരിക്കുകയാണ്. സോ ഹീ ഈസ് നോട്ട് ഏബിൾ ടു കം ടുഡേ ആസ് ഹീ ഈസ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ. അവൻ ഇന്ന് വരാൻ സാധിക്കില്ല. എന്താണ്? അവൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് അവൻ ഇന്ന് വരാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്റർ കാണണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജ്, എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.